ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലക്ഷദ്വീപ് വീഡിയോയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. നമ്മളിന്നുള്ളത് കവരത്തിയിലാണ്. കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ. കവരത്തിയിലെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, ജംഗ്ഷനിലാണ്. ഇത് കവരത്തിയിലെ വില്ലേജ് പഞ്ചായത്താണ് ഇപ്പോൾ കണ്ടത്. ദ്വീപ് പഞ്ചായത്ത് എന്നൊക്കെ ഇന്ന് പറയും. നമ്മുടെ നാട്ടിലൊരു പഞ്ചായത്ത് ഭരണ സംവിധാനമല്ല അവിടെയെങ്കിൽ കൂടിയും അവരുടെ പഞ്ചായത്ത് പ്രതിനിധികൾ യോഗം കൂടുകയും തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുകയൊക്കെ ചെയ്യുന്ന ലക്ഷദ്വീപിൻ്റെ കവരത്തിയിലെ പഞ്ചായത്ത് ഓഫീസാണിത്. അവരുടെ പ്രതിനിധികൾ വിവിധ ദ്വീപുകളിൽ നിന്നുള്ള പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള ആൾക്കാരുമൊക്കെ യോഗം കൂടുന്ന അവരുടെ ഒരു കേന്ദ്രമാണത്. അതിനോട് ചുറ്റുമുള്ള പ്രദേശമാണിത്. ഒരു ജംഗ്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ വീഡിയോയിൽ അങ്ങേ അറ്റം കാണുന്ന ആർച്ച് പോലെയുള്ളത് ഒരു നമ്മുടെ സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അനാർക്കലിയിലെ പൃഥ്വിരാജ് വന്നിറങ്ങിയതിന് ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട രംഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ കാണുന്ന അവിടെ വെച്ചാണ്. ഇത് മഹാത്മാവിൻ്റെ ഒരു പ്രതിമയാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമയാണിവിടെ. ഇത് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്, അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ഇവരൊക്കെ ചേർന്നാണ് ഇത് അനാച്ഛാദനം ചെയ്തിരിക്കുന്നത്. ഇവിടെ അതിനെ സംബന്ധിച്ച ഫലമൊക്കെ അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ആ കാണുന്ന അത് പോർട്ടാണ്. അവിടെ നിന്നാണ് ഈ ഷിപ്പുകളും ചെറിയ ഷിപ്പുകളും ബോട്ടുകളൊക്കെ പുറപ്പെടുന്നത്. അവിടെ പിന്നീട് നമ്മൾ അവിടെ തന്നെ നമുക്ക് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. അവിടെ തന്നെയുള്ള എല്ലാ ബിൽഡിങ്ങുകളും അടുത്തടുത്താണ്. നോക്കിയാൽ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് എല്ലാ ബിൽഡിങ്ങുകളും നിൽക്കുന്നത്. അത് സാംസ്കാരിക നിലയത്തിൻ്റെ കെട്ടിടമാണ് ആ കണ്ടത് നേരത്തെ. അത് എന്തോ പൊളിക്കൊണ്ടൊക്കെ ഇരിക്കാൻ എൻ്റെ പടവുകളൊക്കെ പൊളിക്കുന്നുണ്ട്. ഇത് MP യുടെ ഫണ്ട് ഉപയോഗിച്ച് എന്തോ നിർമ്മിച്ച ഒരു ഗവൺമെൻറ് കെട്ടിടം തന്നെയാണ്. അതിനോട് ചേർന്ന് ഇവിടെ കാനറ ബാങ്കിൻ്റെ ATM പ്രവർത്തിക്കുന്നുണ്ട്. ഈ ATM CDM ATM കൂടിയാണിത്. കാനറ ബാങ്കിനും ബ്രാഞ്ചുകളും ATM കൗണ്ടറുകളും ലക്ഷദ്വീപിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. ഇതിപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഇതിനെന്തോ സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ. വേറൊരു ATM നിന്നാണ് പിന്നീട് പൈസ നമുക്ക് ആവശ്യത്തിനൊക്കെ എടുക്കാൻ കഴിഞ്ഞത്. അപ്പം അതുപോലെ BSNL അവിടെ റേഞ്ച് ഉള്ളത് കൂടുതലും എല്ലാ ഐലൻഡിലും ഉള്ളത്. അല്ല, എയർടെല്ലിന് റേഞ്ച് കിട്ടും, പക്ഷേ BSNL ആയിരിക്കും കൂടുതൽ ഫലപ്രദം. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കവല അല്ലെങ്കിൽ 4 കൂടിയ റോഡുകൾ വന്ന് ചേർന്ന ആ സിഗ്നൽ പോർഷൻ ഇവിടെയാണ്. ഇവിടെ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു ജ്വല്ലറിയാണ് ആ കാണുന്നത്. അൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൻ്റെ ഒരു ബിൽഡിങ്ങാണ്. അത് പക്ഷേ ഓപ്പൺ ആയിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. അതിനെന്തൊക്കെയോ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പെട്ട് കിടക്കുകയാണ്. അവിടെ തന്നെയാണ്, ആ റോഡിൻ്റെ വലതുവശത്താണ് നമുക്ക് ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ കാണാൻ സാധിക്കുക. ഇവിടെ ഈ വളരെ ചുരുങ്ങിയ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ എല്ലാ കെട്ടിടങ്ങളും സർക്കാർ കെട്ടിടങ്ങളൊക്കെ അടുത്തടുത്താണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ സാംസ്കാരിക നിലയവും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു പേരിലുള്ളൊരു കെട്ടിടമൊക്കെ ഇവിടെ ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ മറ്റ് സർക്കാർ കെട്ടിടങ്ങളുമൊക്കെ പ്രവർത്തിച്ചു വരുന്നു. ആ കാണുന്നതെല്ലാം ഗവൺമെൻറ് വിവിധ കെട്ടിടങ്ങളാണ്. ഇത് നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവിടുത്തെ റോഡുകളെല്ലാം കോൺക്രീറ്റ് റോഡുകളാണ്. നന്നായി വീതി കുറഞ്ഞ റോഡുകളാണ്. ഇത് ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഒരു ബിൽഡിങ്ങാണ് ആ കണ്ടത്. നേരത്തെ പറഞ്ഞില്ലേ, ബോബി ചെമ്മണ്ണൂരിൻ്റെ ആ കെട്ടിടം, അത് വലിയൊരു ബിൽഡിങ്ങാണ്. ആ റോഡിൻ്റെ വശങ്ങളിൽ തന്നെ ഉണ്ട്. പക്ഷേ എന്തോ ഒരിക്കൽപ്പെട്ട് കിടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ ഓഫീസാണ് ലക്ഷദ്വീപിലെ. അതുപോലെ പാരാമെഡിക്കലിൻ്റെ ആൻഡ് സയൻസിൻ്റെയൊക്കെ ഓഫീസാണത്. അതിനോട് ചേർന്ന് മറ്റ് കെട്ടിടങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. റോഡിലൊക്കെ നല്ല തിരക്ക് കുറവാണ്. കാരണം നമ്മുടെ നാട്ടിലെ കൂടെയുള്ള ഒരു തിരക്കുള്ള സ്ഥലമല്ല ലക്ഷദ്വീപ്. റോഡ് ഒക്കെ വളരെ ശാന്തമാണ്. നമ്മുടെ നാട്ടിലെ കൂട്ടുള്ള ഹോണടി ശബ്ദങ്ങളോ വാഹനങ്ങളുടെ വലിയ ബഹളമോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത് ലക്ഷദ്വീപിലെ BJPയുടെ ഓഫീസാണ്. കവരത്തിയിലുള്ള ലക്ഷദ്വീപ് BJPയുടെ ഓഫീസാണിത്. ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഒഫീഷ്യൽ ബിൽഡിങ്ങുകളുടെയൊക്കെ സമീപത്ത് തന്നെയാണ്, റോഡിൻ്റെ എതിർവശത്താണ് ഈ ഓഫീസും പ്രവർത്തിക്കുന്നത്. അവിടെ നരേന്ദ്രമോദിയുടെയും ഒക്കെ ഫോട്ടോയും ഒക്കെ അവിടെ അവർ വെച്ചിട്ടുണ്ട്, ഫ്ലെക്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കൂടുതലും 2 വീലറുകളാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഓട്ടോറിക്ഷകളും ഉണ്ട്. അതുപോലെ കാറൊക്കെ വളരെ കുറവാണ്. ഇത് ലക്ഷദ്വീപിലെ നേരത്തെ കണ്ട് നമ്മൾ പറഞ്ഞാൽ അവിടെ തന്നെയുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു പെട്രോൾ പമ്പാണ്. ചെറിയൊരു പെട്രോൾ പമ്പാണ്. കുറേ നാൾ മുമ്പ് വരെ ഇവിടെ റേഷൻ സംവിധാനത്തിലായിരുന്നു പെട്രോളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ വന്നിട്ട് 4 വർഷമായെന്നാണ് പറയുന്നത് ഇവിടെ പെട്രോൾ പമ്പൊക്കെ വന്നിട്ട്. മറ്റ് ഐലൻഡിൽ പോയപ്പോഴും നമുക്ക് അവിടെ ഈ പെട്രോൾ പമ്പുകൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിലെ കാട്ടി വിലക്കുറവാണ് ഇവിടെ പെട്രോളിന്. 100 രൂപ 101 രൂപയൊക്കെ വരുന്നുള്ളൂ പെട്രോളിൻ്റെ വില. അവിടെ നിന്ന് നമ്മൾ ഒരു 2 വീലർ എടുത്താണ് പോയത്. സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടൊന്ന് പോയി. 200 രൂപ കൊടുത്ത് നമുക്ക് 2 വീലർ ഇവിടുന്ന് റെൻറ്റിന് കിട്ടും. നമുക്ക് 50 രൂപയുടെ 100 രൂപയുടെ എണ്ണ അടിച്ച് കഴിഞ്ഞാൽ കവരത്തി ഫുള്ള് നമുക്ക് കറങ്ങി കണ്ടാലും പിന്നെയും നമുക്ക് പോകാനുള്ള ഒരു പെട്രോൾ കാണും. നല്ല ബൈക്കുകളാണ് ഇവിടെ ഉള്ളത്. എല്ലാം സ്പ്ലെൻഡർ ബൈക്കുകളൊക്കെയാണ് കൂടുതലും. നല്ല മൈലേജുള്ള ബൈക്കുകളാണ് ഇവരെല്ലാം ഉപയോഗിക്കുന്നത്. പിന്നെ ദൂരവും കുറവായതുകൊണ്ട് നമുക്ക് കറങ്ങി കാണാവുന്നതാണ്. ആ റോഡിൽ കൂടെ നമ്മൾ മുന്നോട്ട് കുറേ പോകുമ്പോൾ കുറേ ബോട്ടുകൾ കടലിലും
അതുപോലെ കരയ്ക്കുമൊക്കെ ആയിട്ട് ഇങ്ങനെ അവർ വെച്ചിരിക്കുന്നു. ഇതൊക്കെ ഫിഷിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ബോട്ടുകളാണ്. അതുപോലെ കയാക്കിങ്ങിൻ്റെ ബോട്ടുകളൊക്കെ കാണാൻ കഴിയും. ഈ റോഡിലൂടെ ആണ് നമ്മുടെ അനാർക്കലി സിനിമയിൽ പൃഥ്വിരാജും സുരേഷ് കൃഷ്ണയൊക്കെ ബൈക്കിലൂടെ സംസാരിച്ചുകൊണ്ട് പോകുന്ന രംഗമൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ റോഡിലാണ്. ലക്ഷദ്വീപ് പൊതുവെ ശാന്തമായൊരു സ്ഥലം കൂടിയാണ്. കടലിലെ വലിയ തിരയിളക്കമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ശാന്തമായ കടലാണ്. അവിടെ പിന്നിട്ട് നമ്മൾ മുന്നേക്ക് പോകുമ്പോൾ ആ റോഡിൻ്റെ വലതുവശത്തായിട്ട് നമുക്ക് ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ കെട്ടിടവും അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെ കവരത്തി പോലീസ് സ്റ്റേഷൻ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് കവരത്തി പോലീസ് സ്റ്റേഷൻ. അവിടെ എന്താ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ധാരാളം തെങ്ങുകൾ, നമ്മുടെ നാട്ടിലേക്കാൾ ഇരട്ടി തെങ്ങുകളാണ് ലക്ഷദ്വീപിൻ്റെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് വളമോ പരിചരണമോ ഒന്നും ഇല്ലെങ്കിലും തെങ്ങുകൾ ധാരാളമായി ലക്ഷദ്വീപിലുണ്ട്. ഇവിടുത്തെ മത്സ്യബന്ധനവും ടൂറിസവും ഈ തെങ്ങും തേങ്ങയും ഒക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട. ഇത് ജയിലാണ്, സബ് ജയിൽ. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റു പല വീഡിയോകളിലും കണ്ടിട്ടുള്ളതാണ്. സാധാരണ നമ്മുടെ നാട്ടിലെ ജയിലിൻ്റെ ഒരു സ്ഥിതിയല്ല ഇവിടെ ഉള്ളത്. ഇതിങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. ഇവിടെ കുറ്റവാളികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജയിലിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇങ്ങനെ ഒരു ജയിൽ, അതും ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു ഗ്രാമ അന്തരീക്ഷത്തിലുള്ള ഒരു ജയിലാണ്. അതുപോലെ ഈ തെങ്ങുകളിലെല്ലാം ചായം പൂശിയിരിക്കുന്ന ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഈ ഭാഗത്തൊക്കെ റോഡിൻ്റെ വശങ്ങളിലൊക്കെ ഇങ്ങനെ ചായം പൂശിയ തെങ്ങുകളുണ്ട്. അതിനെപ്പറ്റി പല അഭിപ്രായങ്ങളാണ് ഇവിടെ പറയുന്നത്. LPG ഗോഡൗൺ, ഗ്യാസിൻ്റെയൊക്കെ ഒരു സ്റ്റോറേജ് സംവിധാനം ഗോഡൗണൊക്കെയാണ് ഇവിടെ നിന്നാണ് ഈ വിതരണമൊക്കെ അവർ നടത്തുന്നത്. അവിടെ പിന്നിട്ട് പോകുമ്പോൾ ധാരാളം തെങ്ങുകൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ചായം പൂശിയ തെങ്ങുകൾ നമുക്ക് കാണാൻ കഴിയും. ഇരുവശങ്ങളിലുമായിട്ട് നല്ല ഒരു അന്തരീക്ഷമാണ്. തണുപ്പ് ഉള്ള, തണലൊക്കെയുള്ള, വലിയ ചൂടില്ലാത്ത ഒരു കാലാവസ്ഥ കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ തന്നെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത് അങ്ങനെ പോകുമ്പോൾ തന്നെ അതൊരു പ്രത്യേക ഭംഗിയാണ് അത് കാണാൻ തന്നെ. അവിടെ പിന്നിട്ട് കുറച്ചുകൂടെ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ ഈ സോളാർ പ്ലാന്റ് നമുക്ക് കാണാൻ കഴിയും. ഈ സോളാർ സംവിധാനത്തിലാണ് അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഭൂരിഭാഗം പ്രവർത്തിക്കുന്നത്. അതുപോലെ ലക്ഷദ്വീപിലെ വീടുകളിലേക്ക്, സ്ഥാപനങ്ങളിലേക്കുള്ള വൈദ്യുതി ഡീസൽ എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് അതിൽ നിന്നുമാണ് സപ്ലൈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേകം പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ആർമിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയൊക്കെ വിവിധ സ്ഥാപനങ്ങൾ ഇവിടെ, അല്ലെങ്കിൽ അവരുടെ ഓഫീസുകളും ക്യാമ്പുകളും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കവിടെയൊക്കെ വീഡിയോ ഒന്നും അലൗഡായിട്ടുള്ള അല്ല, സേഫ്റ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഇതൊരു ക്ഷേത്രമാണ്, ഇവിടുത്തെ ഒരു മഹാദേവ ക്ഷേത്രമാണ്. ഇവിടെ വരുന്ന അന്യ നാട്ടിൽ നിന്നുമുള്ള ഇതര ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊക്കെ കഴിയും. ആചാരമര്യാദകളൊക്കെ പാലിച്ച് ഇവിടെ പ്രാർത്ഥിക്കാൻ കഴിയും. ഇവിടെ ഒട്ടുമിക്ക ദേവീദേവന്മാരുടെ പ്രതിഷ്ഠയുണ്ട്. അതിനോട് ചേർന്ന് വലിയൊരു ആൽമരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ലക്ഷദ്വീപിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ നമുക്ക് ഔദ്യോഗിക കെട്ടിടങ്ങളും അവിടുത്തെ സ്ഥാപനങ്ങളും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരാൻ കഴിഞ്ഞു എന്നാണ് വിശ്വാസം. ലക്ഷദ്വീപിൻ്റെ കൂടുതൽ കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.